ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ ഗൾഫ് രാജ്യങ്ങൾ. സർവീസും ചരക്ക് നീക്കവും സാധാരണ നിലയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളുമുള്ളത്. അതേസമയം അവസാന നിമിഷം അമേരിക്കൻ പ്രസിഡന്റ് വാക്ക് മാറ്റുമോ എന്ന ആശങ്കയുമുണ്ട്. 107 ദിവസം നീണ്ട യുദ്ധത്തിനും പശ്ചിമേഷ്യൻ സംഘർഷത്തിനും അറുതിയാകുന്നുവെന്ന പ്രതീക്ഷയാണ് ഗൾഫിൽ. ദിവസങ്ങൾക്കുള്ളിൽ ഇറാനുമായി കരാറുണ്ടാക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലാണ് പ്രതീക്ഷ. ഇതിനനുസരിച്ച് ഓഹരി വിപണിയും സ്വർണ്ണ വിപണിയും ഇന്ന് കരുത്തു നേടി. തുടർച്ചയായ തകർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില നേരിയ തോതിൽ വർദ്ധിച്ചു. ഇന്ധനവിലയിലും നേരിയ കുറവുണ്ടായി. യുദ്ധം അവസാനിപ്പിച്ചു എന്ന ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായാൽ ഗൾഫിലെ നിലവിലെ എല്ലാ സാഹചര്യങ്ങളും മാറും. ഹോട്ടലുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയെല്ലാം സജീവമാകും. ജോലി നഷ്ടപ്പെടുമോ, ശമ്പളം വെട്ടിക്കുറയ്ക്കുമോ എന്നിങ്ങനെ ആശങ്കയിൽ കഴിഞ്ഞവർക്കും നിലവിലെ സാഹചര്യം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇറാനെതിരെ അത്യുഗ്ര ആക്രമണം നടത്തുമെന്നും ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ തുടർന്നുണ്ടായ ആശങ്ക മണിക്കൂറുകൾക്കുള്ളിലാണ് മാറിയത്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കരാറുണ്ടായാൽ ഏറ്റവും അധികം ആശ്വാസമാകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാകും. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ തുടങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് കൂടി തുറക്കുന്നതോടെ ചരക്കു നീക്കവും വേഗത്തിലാകും. ഇതോടെ നിർമ്മാണ മേഖലയും ശക്തിപ്പെടും. ഭരണകർത്താക്കൾ വാക്കും നിലപാടും മാറ്റാതിരിക്കട്ടെയെന്നും സമാധാനം പുനഃസ്ഥാപിക്കട്ടെയെന്നുമാണ് ഗൾഫിലുള്ള ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.